നമസ്കാരം. ഫണ്ട് 360 പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. നമ്മുടെ ഇന്നത്തെ വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കഴിഞ്ഞ കലണ്ടറുകളിൽ, അതായത് 2025 നമ്മൾ വിശകലനം ചെയ്ത അനലൈസ് ചെയ്ത സ്റ്റോക്കുകളുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ് എന്നുള്ളതാണ്. അതിൻ്റെ അകത്ത് ചില സ്റ്റോക്കുകളൊക്കെ നമ്മൾ ബൈയോ ഹോൾഡോ റെക്കമെൻഡേഷൻ കൊടുത്തത്, ചിലതൊക്കെ നെഗറ്റീവായിട്ട് റിട്ടേൺസായി, ചിലതൊക്കെ നമ്മൾ സെല്ലെന്ന് പറഞ്ഞത്, അത് ചിലതൊക്കെ മുകളിലേക്ക് പോയി. അപ്പോൾ നമ്മൾ ഒരു മൊത്തത്തിലുള്ളൊരു അനാലിസിസാണ് നമ്മളിവിടെ നോക്കുന്നത്. ഒരു പ്രധാനപ്പെട്ട കാര്യം മനസ്സിലാക്കേണ്ടത്, ഈ സ്റ്റോക്കുകളൊന്നും ഒരു റെക്കമെൻഡേഷൻസ് അല്ലായിരുന്നു അതിനു പകരം നമ്മുടെ വ്യൂവേഴ്സ് തന്നെ അവർ ഈ സ്റ്റോക്ക് നല്ലതാണോ, ഇതിനെക്കുറിച്ചൊന്ന് അനലൈസ് ചെയ്യാമോ ഫണ്ടമെൻ്റലി അല്ലെങ്കിൽ ടെക്നിക്കലി, ഇപ്പം ഒരു റൈറ്റ് ടൈം ടു എൻട്രി ആണോ, അല്ലെങ്കിൽ നമ്മുടെ ഈ ഒരു സ്റ്റോക്ക് നല്ലതാണോ, ഇത് ഹോൾഡ് ചെയ്യുന്നതിൽ കാര്യമുണ്ടോ എന്നുള്ളതെല്ലാം കൂടുതൽ വ്യൂവേഴ്സ് ചോദിച്ചത് നമ്മൾ അനലൈസ് ചെയ്തു എന്നുള്ളതേ ഉള്ളൂ. അല്ലാതെ ഇതൊരു പോർട്ട്ഫോളിയോ അനാലിസിസ് എന്ന രീതിയിൽ അല്ല കാണാനുള്ളത്. പക്ഷേ ഇതിൻ്റെ അകത്ത് ആകെ എൻഡ് ഓഫ് ദി ഡിസ്കഷൻ എന്ന് പറയുന്നത് നമ്മൾ എന്താണ് നോക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നാം ഈ പറഞ്ഞ അനാലിസിസ് ഒക്കെ എത്രത്തോളം ഫലവത്തായിരുന്നു, അതിൻ്റെ എഫക്റ്റീവ്നെസ് അറിയുക എന്നുള്ള ഒരൊറ്റ കാര്യം മാത്രമേ ഉള്ളൂ. മൊത്തം സ്റ്റോക്കുകൾ നമ്മൾ കഴിഞ്ഞ കലണ്ടറുകളിൽ അനലൈസ് ചെയ്തത് 16 എണ്ണമാണ്. അതിൽ 9 എണ്ണം നമ്മൾ ഏകദേശം അത് ഹോൾഡ് അല്ലെങ്കിൽ ബൈ റെക്കമെൻഡേഷൻസ് ആണ് കൊടുത്തിരുന്നത്. അതിനകത്ത് അവസാനമായിട്ട്, അതായത് ഡിസംബർ 14 നമ്മൾ അനലൈസ് ചെയ്ത് ഹിന്ദുസ്ഥാൻ കോപ്പറാണ്. അന്ന് അനലൈസ് ചെയ്യുന്ന സമയത്ത് അത് 382 നമ്മളത് ഓൾറെഡി ഉള്ളവർക്ക് ഹോൾഡ് ചെയ്യുക, അല്ലാത്തവർക്ക് ബൈ ചെയ്യാം. ഒരു റിട്രേസ്മെൻറ്റിൻ്റെ ടൈമിൽ എന്ന് പറഞ്ഞിരുന്നു. ആ റിട്രേസ്മെൻറ്റ് നടന്നു എന്നുള്ളതിനെക്കുറിച്ച് വലിയൊരു ഉറപ്പില്ല. 542 രൂപയാണ് എൻ്റെ ഇപ്പോഴത്തെ വില. അപ്പോൾ ഏകദേശം അന്നത്തെ കാലത്ത് അത് ഹോൾഡ് ചെയ്യുകയോ അല്ലെങ്കിൽ ബൈ ചെയ്യുകയോ ചെയ്തതിനെ സംബന്ധിച്ച് ഏകദേശം 42% അടുത്തുള്ള ഒരു നേട്ടം ലഭിക്കും. നവംബർ 21 നമ്മൾ അനലൈസ് ചെയ്ത ഒരു സ്റ്റോക്കാണ് പവർ സെക്ടർ സ്റ്റോക്ക്, ജി വർണോമ എന്ന് പറയുന്ന TNT കമ്പനി. അന്നത് നമ്മൾ അനലൈസ് ചെയ്യുന്ന സമയത്ത് 556 രൂപയായിരുന്നു. ഇപ്പോഴത് 680 രൂപയായി. 22% റിട്ടേൺസ് ലഭിച്ചു. മുത്തൂറ്റ് ഫിനാൻസ് നവംബർ 17 അത് അന്ന് അനലൈസ് ചെയ്യുമ്പോൾ 3760 രൂപ. ഇപ്പോൾ അത് 3877, ഏകദേശം 2% അടുത്ത് വരുന്ന ഒരു നേട്ടം മാത്രമേ ഉള്ളൂ. RBL ബാങ്ക് 300 രൂപയായിരുന്നത് 320 ഇപ്പോൾ ഏകദേശം 7% അടുത്തുള്ളൊരു നേട്ടം. വെൽസ്പൺ ലിവിങ് 117 എന്നുള്ളത് 133 14% അടുത്തുള്ളൊരു നേട്ടം. വരുൺ ബീവറേജ് സെപ്റ്റംബറിലാണ് നമ്മൾ ആ സ്റ്റോക്ക് അനലൈസ് ചെയ്തത്, 470 രൂപയായിരുന്നു. ഇപ്പോൾ ഏകദേശം അത് 495 രൂപയുടെ അടുത്തുണ്ട്, ഏകദേശം 5% അടുത്തുള്ള ഒരു നേട്ടം. PGL ഓഗസ്റ്റിലാണ് നമ്മൾ അനലൈസ് ചെയ്തത്, അന്ന് 506 രൂപയായിരുന്നു. PGLൻ്റെ ഗൈഡൻസ് ഒക്കെ വളരെ നെഗറ്റീവായിട്ടുള്ള മാനേജ്മെൻറ്റ് സ്റ്റേറ്റ്മെൻ്റ് ഒക്കെ വന്നതുകൊണ്ട് താഴോട്ട് പോയൊരു കാലമായിരുന്നു. അത് നമ്മൾ ഹോൾഡ് ബൈ റെക്കമെൻഡേഷനാണ് കൊടുത്തിരുന്നത്. ഇപ്പോഴതിൻ്റെ വില 600 രൂപയുണ്ട്, ഏകദേശം 20% അടുത്തുള്ളൊരു നേട്ടം. BSE ആണ്, അത് മാർച്ചിലാണ് നമ്മൾ റെക്കമെൻഡേഷൻ കൊടുത്തിരുന്നത്. അത് ബൈ ആയിരുന്നു റെക്കമെൻഡേഷൻ കൊടുത്തിരുന്നത്. അന്നതിൻ്റെ വില 1485 ആയിരുന്നു. ഇപ്പോൾ അത് 2666 രൂപയുണ്ട്, ഏകദേശം 80% നേട്ടം നൽകി. മറ്റൊന്നുള്ളത് ആദിത്യ ബിർള ഫാഷനാണ്, ABFRL. അത് 82 രൂപയുണ്ടായിരുന്നു. അന്ന് നമ്മളത് ഹോൾഡ് ചെയ്യാനുള്ള റെക്കമെൻഡേഷനാണ് കൊടുത്തിരുന്നത്. പുതുതായിട്ടുള്ളൊരു ബൈ റെക്കമെൻഡേഷൻ നമ്മൾ അത്ര എൻ്റർടൈൻ ചെയ്തിട്ടില്ലായിരുന്നു. പക്ഷേ ഓൾറെഡി ഹോൾഡ് ചെയ്യുന്നവരെ സംബന്ധിച്ച് അത് ഹോൾഡ് ചെയ്യാമെന്നാണ് പറഞ്ഞിരുന്നത്. അത് ഏകദേശം 5% ഇപ്പോൾ വില കുറഞ്ഞാണ് ഇരിക്കുന്നത്. ഒരു 7 സ്റ്റോക്കുകളാണ് നമ്മൾ അനലൈസ് ചെയ്തിട്ട് സെൽ റെക്കമെൻഡേഷൻ കൊടുത്തത് അല്ലെങ്കിൽ എക്സിറ്റ് ചെയ്യാമെന്ന് നമ്മൾ പറഞ്ഞത്. അതിലൊന്ന് വെബ്സോൾ ആയിരുന്നു. അത് ഡിസംബർ 10 ആയിരുന്നു നമ്മൾ അനലൈസ് ചെയ്തത്. അന്ന് അതിന് 96 രൂപയായിരുന്നു. ഇപ്പോൾ അത് 90 രൂപയേ ഉള്ളൂ. ഏകദേശം 6%-ലേറെ വരുന്ന ഒരു നഷ്ടം നിങ്ങളത് അന്ന് വിറ്റിട്ടില്ലായിരുന്നുവെങ്കിൽ ഇപ്പോൾ നിങ്ങൾ നേരിടേണ്ടതായിട്ട് വരും. അഥവാ അന്ന് വിറ്റിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു 6% നഷ്ടമുണ്ടാകില്ല. അതുപോലെ കെയ്ൻസ് ടെക്നോളജി ആയിരുന്നു, ഡിസംബർ 7 അന്നതിൻ്റെ വില 4354 ഉണ്ട്. ഇപ്പോൾ അതിൻ്റെ വില 3978 രൂപ, ഏകദേശം 8% അടുത്ത് വരുന്ന നഷ്ടം. റിലയൻസ് ഇൻഫ്ര 174 രൂപയാണ്. അവസാനം ട്രേഡ് ചെയ്ത വില 164 രൂപയാണ്. ട്രേഡിങ് ഏകദേശം സസ്പെൻഡ് ചെയ്ത രീതിയിലൊക്കെയാണ്, വളരെ അബ്രപ്റ്റായിട്ട് സസ്പെൻഡ് ചെയ്ത രീതിയിലൊക്കെയാണ് പറയപ്പെടുന്നത്. RCT ലെവൽസിലൊക്കെയാണ് പോകുന്നത്. 5.25% താഴെ നിൽക്കുന്നു. അതേപോലെ തന്നെയാണ് പോപ്പീസ് കെയർ. ഒക്ടോബർ 10 നമ്മൾ അനലൈസ് ചെയ്തത്. അന്ന് അതിൻ്റെ വില 22 രൂപയുണ്ടായിരുന്നു. ഇപ്പോൾ 12 രൂപ മാത്രമേ ഉള്ളൂ. ഏകദേശം 43% വരുന്ന ഒരു നഷ്ടം നിങ്ങൾ അന്നത് സെല്ല് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ ഏറ്റുവാങ്ങേണ്ടതായിട്ട് വരും. ഓല ഇലക്ട്രിക്കാണ്, സെപ്റ്റംബർ 3 ആയിരുന്നു അനലൈസ് ചെയ്ത് 60 രൂപയായിരുന്നു. ഇപ്പോൾ അതിനേക്കാൾ ഏകദേശം 32% താഴെ നിൽക്കുന്നു. മറ്റൊന്നുള്ളത് റിലയൻസ് പവറാണ്. നവംബർ 8 നമ്മൾ അനലൈസ് ചെയ്യുമ്പോൾ അതിൻ്റെ വില ഏകദേശം 40-41 രൂപയാണ്. ഇപ്പോൾ അതിൻ്റെ വില 36 രൂപയാണ്, ഏകദേശം 12% അടുത്ത് വരുന്ന ഒരു നഷ്ടം. മറ്റൊന്നുള്ളത് അടുത്ത കാലത്ത് നമ്മൾ അനലൈസ് ചെയ്ത എസാഫ് സ്മോൾ ഫിനാൻസ് ബാങ്കാണ്.
26 രൂപയാണ് അന്ന് അതിൻ്റെ വില. ഇപ്പോൾ 26 രൂപ 80 പൈസ ഉണ്ട്. അതായത് ഏകദേശം 1% അടുത്ത് വരുന്ന ഒരു നേട്ടം, അഥവാ നിങ്ങൾ അന്നത് വിറ്റിട്ടുണ്ടെങ്കിൽ 1% അടുത്ത് ലഭിക്കാവുന്ന ലാഭം നഷ്ടപ്പെട്ടു എന്നർത്ഥം. അപ്പോൾ നമ്മൾ ഇതിലൂടെ കണ്ണോടിക്കുമ്പോൾ കാണാൻ പറ്റുന്ന ഒരു കാര്യം, നമ്മൾ സെൽ റെക്കമെൻഡേഷൻ അല്ലെങ്കിൽ നമ്മൾ ആ സ്റ്റോക്ക് ഫണ്ടമെൻ്റലി നല്ലതല്ല, അല്ലെങ്കിൽ കമ്പനിയുടെ പ്രൊമോട്ടേഴ്സ് ആ സ്റ്റോക്കുകളൊക്കെ മാനിപ്പുലേറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ അന്നത്തെ കാലത്ത് പറഞ്ഞപ്പോൾ കുറേ പേരൊക്കെ അതിനെ വിമർശിച്ചെങ്കിൽ കൂടിയും പിന്നീട് കാലം തെളിയിച്ചത് അത് തന്നെയായിരുന്നു എന്നുള്ളതാണ്. ഉദാഹരണമായിട്ട് പോപ്പീസ് കെയർ ആകട്ടെ, അല്ലെങ്കിൽ ഓല ഇലക്ട്രിക് ആകട്ടെ, അനിൽ അംബാനിയുടെ റിലയൻസ് പവറും ഇൻഫ്രയും ആകട്ടെ, ഇവയെല്ലാം നിക്ഷേപകർക്ക് അന്ന് സെല്ല് ചെയ്തിട്ടില്ലെങ്കിൽ മോശമില്ലാത്ത ഒരു മൂലധന നഷ്ടം വരുത്തി വയ്ക്കുമായിരുന്നു. വീണ്ടും ഒരു കാര്യം മനസ്സിലാക്കുക, ഈ പറഞ്ഞതൊന്നും നമ്മുടെ ബൈ ഓർ സെൽ റെക്കമെൻഡേഷൻ അല്ലായിരുന്നു. ഇവയെല്ലാം നമ്മുടെ കാഴ്ചക്കാർ പറഞ്ഞ സ്റ്റോക്കുകൾ നമ്മൾ അനലൈസ് ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ. അവയുടെ ഒരു ആകത്തുക ഒരു വർഷത്തിന് ശേഷം ഒന്ന് ഓഡിറ്റ് നടത്തുന്നത് നല്ലതായിരിക്കുമെന്ന് തോന്നിയത് കൊണ്ടാണ് ഇങ്ങനത്തെ ഒരു എപ്പിസോഡ് ഇന്ന് ചെയ്തത്. എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിച്ചുകൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു. മറ്റൊരു അധ്യായത്തിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരെ നന്ദി, നമസ്കാരം.